തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ 12, 14 വാർഡുകളിൽ അംഗനവാടികൾ സ്മാർട്ടായി. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അംഗനവാടികൾ സ്മാർട്ടാക്കിയത്. തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ 12, 14 വാർഡുകളിലെ അംഗനവാടികളാണ് സ്മാർട്ടാക്കിയത്. 12ാം വാർഡിലെ 28ാം നമ്പർ അംഗനവാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു. നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി നമ്മുടെ അംഗനവാടികളെ മാറ്റിയെടുക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ ചുമതല അതിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റുക, സ്മാർട്ടാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ നമ്മളുടെയൊക്കെ വീടുകളിൽ കരണ്ട് പോയാൽ ഒരു അരമണിക്കൂർ കരണ്ടില്ല എങ്കിൽ നമ്മൾ എല്ലാവരും അസ്വസ്ഥരാണ്. അംഗനവാടികളിൽ അരമണിക്കൂർ കരണ്ടില്ലാതെ വന്നാൽ ഈ കൊച്ചുമക്കളെല്ലാം വിയർത്തൊലിച്ച് ഇവിടെ ഇരിക്കുകയാണ് ടീച്ചറോടൊപ്പം. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചത് വരുന്ന വർഷം ഒരു പ്രോജക്ട് വെക്കുന്നത് മുഴുവൻ അംഗനവാടികൾക്കും ഇൻവെർട്ടർ സംവിധാനം ഏർപ്പെടുത്തുക എന്നതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്ന അർത്ഥം. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ അത്രത്തോളം ഇടപെടാൻ ആഗ്രഹിക്കപ്പെടുന്ന ഒരു ഭരണസമിതി എന്ന നിലയിൽ കൂട്ടായ ഉത്തരവാദിത്തത്തിലൂടെ ഈ പദ്ധതികൾ നിർവഹിക്കപ്പെടുക എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് രാജ് അധ്യക്ഷത വഹിച്ചു. ആശ സ്വാഗതം പറഞ്ഞു. അംഗനവാടി വർക്കർ അശോകകുമാരി, ഹെൽപ്പർ ലീലാമണി, ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. 14ാം വാർഡിലെ അംഗനവാടിയുടെ ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സിന്ധു അധ്യക്ഷത വഹിച്ചു. പ്രസന്നകുമാരി സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ്ന തയ്യത്ത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഫിലിപ്പ്, ICDS സൂപ്പർവൈസർ ദീപ KS, രേഖാലക്ഷ്മി, രജിത, ബിന്ദു എന്നിവർ പങ്കെടുത്തു. അംഗൻവാടികളെല്ലാം വളരെ മെച്ചപ്പെടുത്തി മുമ്പോട്ട് പോകാനുള്ള ഇടപെടലുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങൾ അവരുടെ ഫണ്ടുകൾ MLAയുടെ ഫണ്ടുകൾ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾക്ക് വിനിയോഗിച്ചുകൊണ്ടാണ് ഇതിനെ അഭിമുഖീകരിക്കുന്നത്. തീർച്ചയായും നാളുകളിൽ ഈ സ്ഥാപനം അംഗൻവാടികൾ കുട്ടികളെ കൂടുതൽ ആകർഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ ആകർഷണീയത്വവും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടവരുന്ന തരത്തിൽ ആദ്യം പ്രാരംഭ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഫണ്ട് അനുവദിക്കുകയും അതിനെ ഫണ്ട് അനുവദിച്ച ശ്രീമതി സോഫിയ സലാമിനും അതിന് വേണ്ടി പ്രേരണ നൽകിയ പഞ്ചായത്തുകളും. ന്യൂസ് ബ്യൂറോ, ചവറ.